ദുരിതബാധിതർക്ക് സഹായധനമായി സർക്കാർ നൽകിയ 10,000 രൂപയിൽ നിന്നാണ് കേരള ഗ്രാമീണ ബാങ്ക് വിവിധ ലോണുകളുടെ തിരിച്ചടവ് പിടിച്ചത്. ഉരുളെടുത്ത നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തീരും മുമ്പെയാണ് ഇടുത്തിയായി ബാങ്കിന്റെ അസ്വാഭാവിക നടപടി. ലോണുകളുടെ തിരിച്ചടവ് ചോദ്യചിഹ്നമാകുമ്പോൾ കൈത്താങ്ങാകേണ്ടവർ തന്നെ കൈവിടുകയാണ് ഇവരെ. ഗ്രാമീണ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലോ അമേരിക്കയിലോ ഒന്നല്ലല്ലോ. ഞങ്ങൾ ഈ പ്രദേശത്തിലെ ആൾക്കാരല്ലേ, അവരെങ്ങനെ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറയാൻ കാരണം എന്ത്? മാനുഷിക പരിഗണന പോലുമില്ലാതെ ലോണടവ് തിരിച്ചുപിടിച്ചതിനെതിരെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി. സർക്കാർ ഇവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. ഇവരുടെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വായ്പയുടെ മേലിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് തരുന്നത് സർക്കാരാണ്. അപ്പോൾ 10,000 കിട്ടിയവൻ്റെ പണവും പോകുന്നു, തൊഴിലെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്നും പണം പോകുന്നു. ഒരു 2 മാസമെങ്കിലും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഈ ബാങ്കുകാരോട് നമ്മൾ ചോദിക്കുന്നത്. അത് ഇവർക്ക് അനുവദിച്ചേ പറ്റൂ. ഒരിക്കലും അംഗീകരിക്കാനാകാത്ത നടപടിയെന്നാണ് കൽപ്പറ്റ MLA-യുടെ പ്രതികരണം. അർദ്ധരാത്രിയിൽ ഒലിച്ചുപോയി സകലം തകർന്ന് ജീവൻ നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ ഒരു 10,000 രൂപ സർക്കാർ കൊടുത്തത് 10,000 മാത്രമാണ്. ആ 10,000 കൊടുത്ത് അതിൽ നിന്ന് ഇവര് 6,000 രൂപയും 5,000 രൂപയും ഇവർ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു, സർക്കാരിന്റെ സംവിധാനത്തിന്റെ ഒരു ബാങ്കിന്റെ അവസ്ഥ എത്രത്തോളം വ്രണിതമാണ്, എത്രത്തോളം ഖേദകരമാണ്. വായ്പകളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനം. നാളെ നടക്കുന്ന ബാങ്കിംഗ് അവലോകന യോഗത്തിൽ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. അതിജീവിക്കാം, ഒന്നിച്ച് നേരിടാം തുടങ്ങിയ വാക്കുകൾ #ഒതുക്കാതെ പ്രവൃത്തിയിലും കൊണ്ടുവരണമെന്നേ പറയാനുള്ളൂ. മാതൃഭൂമി ന്യൂസ്, വയനാട്.